ഹായ് ഓൾ, നമ്മളെല്ലാവരും ഇപ്പൊ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പൊതുവെ എല്ലാ നീറ്റ് ആസ്പിരൻസിനുള്ള ഒരു കുറേ ഡൗട്ട്സ് ഉണ്ടാവും. അവർ ഇനിയിപ്പോ MBBS കയറി കഴിഞ്ഞാല് കോളേജ് ലൈഫൊക്കെ എങ്ങനെയായിരിക്കും, അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. കുറേ കാര്യങ്ങൾ ഇങ്ങനെ എന്തൊക്കെയായിരിക്കും ആ ലൈഫിൽ ഉണ്ടാവുക, കുറെ പ്രോഗ്രാംസ് ഒക്കെ എന്തൊക്കെ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ക്ലിയർ ചെയ്ത് തരാന് നമുക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഇപ്പൊ തേർഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ JPS ക്ലാസ്സസിലെ മെന്റർ ആയിട്ടുള്ള സ്വാതി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാ ഡൗട്ട്സ് എന്താ ചെയ്യാം ഇന്ന് സെറ്റ് ആക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ട് പോവാം. ഇപ്പോൾ നമ്മളോട് മാഷന്മാർ പലരും പറയുന്നത് നിങ്ങൾ ഈ റിപ്പീറ്റ് ലൈഫ് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇത്ര ടഫ് ആയിട്ടുണ്ടാവുള്ളൂ, MBBS ലൈഫ് ഒരു സ്മൂത്ത് ആണ്, എൻജോയബിൾ ആണെന്നുള്ളത്. ഇപ്പോൾ സ്വാതി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റിന്റെ 3 വർഷം അവിടുത്തെ MBBS ലൈഫ് എൻജോയ് ചെയ്തല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് പറഞ്ഞു. അതായത് നീറ്റ് എക്സാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ MBBS ഭയങ്കര എൻജോയബിളും സ്മൂത്ത് ഒക്കെ ആണ്. എങ്കിൽ കൂടെ നമുക്ക് സാധാരണ ഡിഗ്രി പോലെ ഭയങ്കര ഫ്രീ ഒന്നല്ല. നമ്മുടെ അക്കാഡമിക്സ് തന്നെ ഭയങ്കര വാസ്റ്റാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയിങ് മാത്രം നമുക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. അതിന്റെ കൂടെ തന്നെ അക്കാഡമിക്സും നല്ലോണം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി എൻജോയബിൾ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എൻജോയിങ് ലൈഫ് എന്നൊന്നും ഒരിക്കലല്ല കേട്ടോ. അത് നമ്മളെ ഫാക്കൽറ്റീസ് പലപ്പോഴും പറഞ്ഞു പറ്റിച്ചൊരു സാധനമാണ്. പക്ഷെ എങ്കിൽ കൂടെ നമുക്ക് കുറെ എൻജോയ്മെന്റും ഉണ്ട് കേട്ടോ. ആ എൻജോയ്മെന്റ് തന്നെ അത് പലതരത്തിലുള്ളത് ഉണ്ടാവും. ഇപ്പൊ അക്കാഡമിക്കലി നമുക്ക് ക്ലിനിക്സിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് പറഞ്ഞുതരാം. സെക്കൻഡ് ഇയറിലാണ് എനിക്ക് ആദ്യമായിട്ട് ക്ലിനിക്കൽ പോസ്റ്റിങ്സ് തുടങ്ങുന്നത്. അപ്പം OBGയിൽ, അതായത് ഒബ്സ്ട്രക്ടിക്സ് ആൻഡ് ഗൈനക്കോളജിയിൽ ലേബർ റൂമിലല്ല, സിസേറിയൻ സെക്ഷൻ നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടൊരു ബർത്ത് വിറ്റ്നസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം അവര് ആന്റീരിയർ അബ്ഡോമിനൽ വോളൊക്കെ തുറന്ന് ലാസ്റ്റ് കുഞ്ഞനെ എടുക്കുന്ന, കുഞ്ഞൻ കരയുന്ന ആ ഒരു മൊമെന്റ് ഒക്കെ ശരിക്കും എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഇപ്പൊ ആസ് എ നീറ്റ് ആസ്പിരന്റ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന മൊമെന്റ്സ് ആയിരിക്കും അങ്ങനത്തെ ചില മൊമെന്റ്സ് ഉണ്ട്. അല്ലാണ്ട് ഇപ്പം എൻജോയ്മെന്റ് പറയുകയാണെങ്കിൽ ഇപ്പം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചിലവഴിക്കുന്ന മൊമെന്റ്സ്, നമുക്ക് കോളേജിൽ കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആർട്സ്, ഇങ്ങനെ ഓരോ കൺസേർട്സ് ഒക്കെ കോളേജ് ഡേയുടെ ഭാഗമായിട്ട് അങ്ങനെ കുറെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് എൻജോയ്മെന്റ് കിട്ടുന്നുണ്ട്. മൊത്തത്തില് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ, അതായത് അക്കാഡമിക്സും ഇങ്ങനത്തെ കാര്യങ്ങളും ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ അതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം സ്വതവേ നമുക്ക് എല്ലാവർക്കുള്ള ഡൗട്ടാണ്, എല്ലാവരും പറഞ്ഞേക്കുന്ന സംഭവമാണ് ഈ കോളേജിൽ കയറി കഴിഞ്ഞാൽ കുറെ സപ്ലി അടിക്കും, എന്തായാലും പാസ്സാവാനൊന്നും പോണില്ല, പാസ്സായ റെയറായിട്ട് പാസ്സാവുള്ളൂ. അതിനെ കുറിച്ച് എന്താ പറയാനല്ലേ? എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വർഷവും ഒരു യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റി എക്സാം ആകുമ്പോഴേക്കും പൊതുവെ എല്ലാവരും അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യും. കാരണം അത് പാസ്സായി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇയറിലേക്ക് കയറണം. അപ്പൊ ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി പാസ്സായാലേ നമുക്ക് അടുത്ത സെക്കൻഡ് ഇയറിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ യൂണിവേഴ്സിറ്റിയിലൊക്കെ അത്യാവശ്യം നല്ല പാസ് പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടാവും. 85% എബോ ഒക്കെ എന്തായാലും ഉണ്ടാവും. 80 to 90% ഒക്കെ ഉണ്ടാവും. എന്നാൽ നമുക്ക് അതിന്റെ ഇടയ്ക്ക് കുറെ ഇന്റേണൽ എക്സാം, ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ ഒരു PCTs ഉണ്ടാവില്ലേ, അതുപോലത്തെ PCTs ഉണ്ടാവും. 3 ഇന്റേണൽ എക്സാം ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ പാസ്സാവല് കുറച്ച്, അത് ഫസ്റ്റ് ഇയർ ഒക്കെ എന്നാലും പാസ്സാവും. സെക്കൻഡ് ഇയറും തേർഡ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും നല്ലോണം ഉഴപ്പും ആൾക്കാർ കുറെ പൊട്ടും. ഞാനൊക്കെ ഇത് നല്ല കാര്യം അല്ലാന്ന് അറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം ഈ പറയുന്ന പൊട്ടെന്ന് പറയുന്നത് നല്ല കാര്യം എന്നല്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റത്തെ ഇന്റേണല് മൂന്ന് വിഷയമല്ല, 3ഉം പാസ്സായിരുന്നു. സെക്കൻഡ് ഇന്റേണൽ ആയപ്പോൾ 1 മാത്രം പാസ്സായി, ബാക്കി 2ഉം ഫെയിൽ ആയി. പിന്നെ നിരത്തി, പിന്നെ അതിന്റെ ഇടയ്ക്ക് നടക്കുന്ന കുഞ്ഞു എക്സാമിനൊക്കെ നിരത്തി പൊട്ടാ. എന്ന് വെച്ചാൽ സത്യത്തില് നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ടല്ല. നീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര പ്രഷറൈസ്ഡ് ആയിട്ട് ഇത് തന്നെ വേറൊന്നും ചെയ്യുന്നില്ല, ഫുൾ ഫോക്കസ് ഓൺ ദിസ്, ആ രീതിക്കല്ലേ. പക്ഷെ MBBS കയറുന്ന സമയത്ത് നമുക്ക് വേറെ കുറേ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. കുറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇതാക്കുക, അങ്ങനെ കുറെ ഫൺ ആക്ടിവിറ്റീസ്. അപ്പൊ ശരിക്കും നമ്മള് ഈ നീറ്റിന് പഠിക്കുന്ന പോലെയല്ല നമ്മൾ കോളേജിൽ എത്തുന്ന സമയത്ത്. നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ഒക്കെ ആയി പോകും. പിന്നെ സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റാ. നമ്മുടെ നീറ്റിന്റെ സിലബസ് ഒരു കിണറിലുള്ള ഒരു പാട്ട വെള്ളാണെങ്കിൽ ഇത് എന്താ MBBS കിണറെന്ന് പറയാൻ പറ്റില്ല, ഓഷ്യൻ എന്ന് പറയാൻ പറ്റും. അത്രയ്ക്കും വാസ്റ്റ് ആണ്. പിന്നെ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് പാസ്സാവാനൊക്കെ എളുപ്പമാണ്. ഡിസ്റ്റിങ്ഷൻ ഒക്കെ കിട്ടാൻ അത്യാവശ്യം കുറച്ച് എഫേർട്സ് എടുക്കണം. അതായത് കുറെ പേര് നിരത്തി ഫെയിൽ ആവുമെങ്കിൽ കൂടെ യൂണിവേഴ്സിറ്റി ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ച് പാസ്സാവും. യൂണിവേഴ്സിറ്റി എക്സാം ഫെയിൽ ആയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യൂണിവേഴ്സിറ്റി എക്സാം ഫെയിൽ ആയ, ഇപ്പൊ ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഒരു സേ എക്സാം ഉണ്ടാവും. ആ സേ എക്സാം ഫെയിൽ ആയാല് നമ്മള് തൊട്ട് താഴത്തെ ബാച്ചിലേക്ക് ആവും.
നമ്മുടെ തൊട്ട് താഴെ അഡ്മിഷൻ എടുത്ത ബാച്ച് ഉണ്ടാവില്ലേ, ജൂനിയർ ബാച്ച്, ആ ബാച്ചിന്റെ റെഗുലർ യൂണിവേഴ്സിറ്റി എക്സാം എഴുതും. അതും ഫെയിൽ ആയാൽ അവരുടെ സേ എക്സാം കൂടെ എഴുതും. അപ്പൊ 4 ചാൻസ് നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ MBBS ഔട്ട് ആവുമെന്നാണ് പറയുക. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ, അതായത് ഇത്രയും ചാൻസസിന്റെ ഉള്ളിൽ തന്നെ എല്ലാവരും നേടിയെടുക്കുന്നതായിട്ട് കാരണം നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കാരല്ലേ. അപ്പൊ നമുക്ക് ശരിക്കും MBBS പഠിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, ഉഴപ്പുന്നതാണ് മെയിൻ പ്രശ്നം. പിന്നെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ആണെങ്കിൽ നമുക്കിങ്ങനെ പാസ്സായാലേ അടുത്ത ഇയറിലേക്ക് കയറാൻ പറ്റുന്നില്ല, സപ്ലി ആയിട്ട് കയറാൻ പറ്റും. അതായത് ഇപ്പം സെക്കൻഡ് ഇയർ 3 സബ്ജക്ട്സാണ്, അപ്പൊ അതിൽ 2 സബ്ജക്ട് പാസ്സായി, 1 സബ്ജക്ട് ഫെയിൽ ആയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫെയിൽ ആയ സബ്ജക്ട് സപ്ലി പോലെ എഴുതാൻ പറ്റും തേർഡ് ഇയറിൽ കയറിയിട്ട്. തേർഡ് ഇയറിനും അങ്ങനെ ചെയ്യാം, ഫൈനൽ ഇയറിൽ കയറിയിട്ട് സപ്ലി പോലെ എഴുതാം. പക്ഷെ ഫൈനൽ ഇയർ കംപ്ലീറ്റ് എല്ലാ എക്സാമും പാസ്സായാലും മാത്രമാണ് നമുക്ക് ഹൗസ് ഏജൻസി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഇയറും ഫൈനൽ ഇയർ ആണ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അല്ല പക്ഷെ ഈ തേർഡ് ഇയർ MBBS ലൈഫിന്റെ ഹണിമൂൺ പീരീഡ് എന്ന് പറയാ തേർഡ് ഇയർ ആണ്. അപ്പൊ ഞാനിപ്പോ തേർഡ് ഇയർ 2 സബ്ജക്റ്റ് ആകും. ഞാൻ കേട്ടിട്ടുണ്ട് ഈ MBBS പഠിക്കുന്ന സമയത്ത് ഡ്രസ്സിങ്ങിനും പിന്നെ താടി മീശി വെക്കുന്നതിനൊക്കെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന്, ശരിയാണോ? റെസ്ട്രിക്ഷൻസ് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഫഷണൽ കോളേജ് ആണല്ലോ, അതും MBBS എന്ന് പറയുന്നത് പൊതുവെ ഡ്രസ്സിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും ഫാക്കൽറ്റീസ് ഒക്കെ. അപ്പൊ എപ്പോഴും നമ്മളുടെ അടുത്ത് കാണുമ്പോൾ ഭയങ്കര പ്രൊഫഷണലി ഡ്രസ്ഡ് ആയതുപോലെ അങ്ങനെയാ പറയാ. അതായത് എന്താ ഫോമൽ, ഓക്കെ പ്രൊഫഷണലി ഡ്രസ്ഡ് അല്ല, കാണുമ്പോൾ നല്ല ഫോമലായിട്ട് ഡ്രസ് ചെയ്യണമെന്നാ പറയാ. അപ്പൊ ഗേൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ അടുത്ത് എപ്പോഴും ടോപ്സ്, അതായത് കുർത്തീസ് ഒക്കെ വേറെ, കുർത്തയായിരുന്നു ലോങ് കുർത്ത. ഇപ്പൊ ഗേൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ അടുത്ത് എപ്പോഴും കുർത്താസ്, അതായത് ലോങ് ടോപ്സ് ഒക്കെ വെയർ ചെയ്യാനാണ് പറയാ. ജീൻസ് ഒന്നും ഇട്ടിട്ട് കയറാൻ സമ്മതിക്കില്ല, എസ്പെഷ്യലി ഡിസെക്ഷൻ ഹോളിലും പ്രാക്ടിക്കൽസിലൊന്നും കയറാനേ സമ്മതിക്കില്ല. പക്ഷെ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമ്മൾ ക്ലിനിക്സിലൊക്കെ പോകുമ്പോൾ ഇത്രയ്ക്ക് ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ് അവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ കുറച്ചുകൂടെ നോക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മെഡിക്കൽ കോളേജിലാണ് ഇത്രയ്ക്ക് നോക്കുക. നമ്മൾ പുറത്തൊക്കെ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലും എയിംസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് ഡ്രസ്സിങ്ങിന്റെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ ക്ലാസ്സിൽ വെയേഴ്സ് ഇട്ടതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി മേ ബി ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ കോളേജും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ പൊതുവെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഫോമൽ വെയേഴ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് പറയാ. ഇപ്പൊ ഡിസെക്ഷൻ ഹോളിലൊക്കെ കയറുമ്പോൾ ഷൂസ് ഇടാനാണ് ഗേൾസിന്റെ അടുത്തും ബോയ്സിന്റെ അടുത്തൊക്കെ പറയാ. ഷൂസ് തന്നെ നല്ല ഫോമൽ ഷൂസ് ആയിരിക്കണം. പക്ഷെ ഇപ്പം അഥവാ അങ്ങനെ, അതായത് പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെയൊന്നും പോയില്ലെങ്കിൽ കൂടെ നമ്മൾ ഓവറോൾ അങ്ങനെ ഒരു കാണുമ്പോൾ ഒരു ഓക്കെ നല്ലൊരു പ്രൊഫഷണൽ കോളേജിലുള്ള ഒരു സ്റ്റുഡന്റ് കാണുമ്പോൾ ഒരു ഡോക്ടർ ലുക്ക് ആ രീതിക്ക് ആക്കാൻ വേണ്ടി നോക്കിയാൽ മതി. പിന്നെ ബോയ്സിന്റെ കേസിലാണെങ്കിൽ അവർ എക്സാമിന്റെ സമയത്ത്, എസ്പെഷ്യലി യൂണിവേഴ്സിറ്റി എക്സാം വൈവയുടെ സമയത്തൊക്കെ എപ്പോഴും നമ്മളുടെ അടുത്ത് താടിയും മീശയൊക്കെ വടിച്ച് ഭയങ്കര ഫോമൽ ലുക്കിൽ വരാൻ വേണ്ടിയിട്ടാണ് പറയാ. പക്ഷെ അങ്ങനെ ചെയ്യാത്ത കുട്ടികളും ഉണ്ട്. ചില ഫാക്കൽറ്റീസ് ഒക്കെ അതിന് ആ ഒരു പ്രൊഫഷണൽ ലുക്കിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് ചിലപ്പം അത് വെച്ചിട്ട് നമ്മുടെ മാർക്ക് കുറയണ്ടെന്നുള്ള രീതിക്ക് ഭൂരിഭാഗം കുട്ടികളും ബോയ്സ് ഒക്കെ ആണെങ്കിൽ എക്സാം സമയത്ത് താടിയൊക്കെ വടിച്ചിട്ടാണ് വരിക. പിന്നെ ചോദ്യം, ഇപ്പൊ ഫസ്റ്റ് ടൈം കടവരെ കണ്ടപ്പോ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? കാരണം എല്ലാവർക്കും അത് നമ്മളിപ്പോ MBBS ആലോചിക്കുമ്പോ അപ്പൊ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന സംഭവമാണല്ലോ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഓസിലർ സിനിമയൊക്കെ കണ്ടപ്പം നിങ്ങൾ മേ ബി ഡിസെക്ഷൻ ഹോളിന്റെ ഇങ്ങനെ ഒരു റാൻഡം ക്ലിപ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഡിസെക്ഷൻ ഹോൾ പറയുന്നത് ഇപ്പൊ നമ്മുടെ ബാച്ചിന്റെ സ്ട്രെങ്ത് 250 ഒരു ക്ലാസ്സിൽ 250 കുട്ടികളുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു 14 കഡാവേഴ്സ് ഒക്കെ ഉണ്ടാവും ഞങ്ങളുടെ ഒരു ബാച്ചിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിസെക്ഷൻ ഹോൾ എന്ന് വെച്ചാൽ ഒരു നീണ്ട ക്ലാസ് റൂമാണ്. അവിടെ ഇങ്ങനെ കുറെ എന്താ പറയാ, കടാവിന് വെക്കുന്ന അവിടെ ഇങ്ങനെ കുറെ ഡിസെക്ഷൻ ടേബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അതിന്റെ മുകളിൽ കടാവേഴ്സിനെ കിടത്തിയിട്ട് വെള്ള തുണി കൊണ്ടൊക്കെ പൊതച്ച് വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് ഡേ ഉണ്ടാവുക. അപ്പൊ ഞങ്ങൾക്ക് ഡിസെക്ഷൻ തുടങ്ങാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഡിസെക്ഷൻ തുടങ്ങിയത് നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പൊ ഫസ്റ്റ് എല്ലാവർക്കും നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടും ഓരോ ഫിൽട്ടർ കോപ്പി അങ്ങനത്തെ പിന്നെ എന്തെങ്കിലും സീരീസിലൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ ഡിസെക്ഷൻ ഒക്കെ നമ്മൾ ഭയങ്കര ഫാൻസി ആയിട്ട് ഒരു MBBS സ്റ്റുഡന്റിന്റെ ഈസ്തെറ്റിക്സ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന സാധനമാണ്. നീറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് MBBS കയറുന്നതിന് മുന്നേ വരെ അപ്പൊ ഞങ്ങൾക്കും അയ്യോ എപ്പോഴാണ് ഡിസെക്ഷൻ തുടങ്ങിയ ഡിസെക്ഷൻ അങ്ങനെയായിരുന്നു ആദ്യത്തെ 2-3 ദിവസം. അപ്പൊ ഞങ്ങളുടെ അടുത്ത് ഈ ഡിസെക്ഷൻ തുടങ്ങുന്ന ദിവസം 10 മണി തൊട്ട് 1 മണി വരെയാണ്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു, ഡിസെക്ഷൻ ഹോളിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര ആവേശം മൂത്തിട്ട് ഞാൻ ഓടിച്ചെന്ന്
അതായത് ഡിസെക്ഷന്റെ ടൈം ആയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ആ ക്ലാസ്സിൽ രണ്ടാമത് ഞാൻ കയറുന്നത് ഞാനാ. അപ്പം ബാക്കി കുട്ടികളൊക്കെ പുറകിൽ വരുന്നേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് കയറി ഭയങ്കര സൈലൻസ്, ഇങ്ങനെ കുറെ ബോഡീസ് ഇങ്ങനെ കിടത്തിയിരിക്കണു, കടാവസിൽ ഇങ്ങനെ കിടത്തിയിരിക്കണു. പെട്ടെന്ന് എനിക്ക് എന്താ, അതായത് കടാവസ് അവര് ഫോർമാലിൽ ഇട്ടിട്ട് ഒരു ഡാർക്ക് കളർ ആയിരിക്കും, ഭയങ്കര ബ്ലാക്ക് ആൻഡ് ആയിട്ടുണ്ടാവും ബോഡിയൊക്കെ. എനിക്ക് പെട്ടെന്ന് അങ്ങ് പേടിയായി. നമ്മൾ ആദ്യമായിട്ട് കയറുകയാണല്ലോ. അപ്പൊ നീ ഫസ്റ്റത്തെ ഒരു ഇംപ്രഷൻ എന്തായിരുന്നു വെച്ചാൽ എനിക്ക് പേടിയായിരുന്നു ആദ്യം കയറിയ മൊമെന്റില്. പക്ഷെ പിന്നെ ഞങ്ങൾ കയറി ഓരോ ടേബിളിന്റെ ചുറ്റിലും ഇങ്ങനെ ഗ്രൂപ്പ് ആക്കിയിട്ട് ഇരുത്തിച്ചു. എന്നിട്ട് ആദ്യത്തെ ദിവസം നമുക്ക് ഡിസെക്ഷൻ വരുന്നത് ഇവിടെ നമ്മുടെ ചെസ്റ്റിന്റെ മുകളിലുള്ള പെക്ടോറാലിസ്. ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് അറിയാം പെക്ടോറാലിസ് മേജർ മസിൽ ഉണ്ട്. ഫസ്റ്റ് ആയിട്ട് കണ്ടപ്പോ ആരെങ്കിലും തലയിറങ്ങി വീഴ, അങ്ങനെ ഫിൽറ്റർ കോപ്പിലൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് ഇങ്ങനെ തലയിറങ്ങി വീഴ, അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഒരു 3-4 ആൾക്കാരൊക്കെ ആദ്യമൊക്കെ തലയൊക്കെ ഇറങ്ങി വീഴുന്നു. പിന്നെ നമ്മൾ ഡിസെക്ഷൻ ചെയ്യുന്ന സമയത്ത് ഫോർമാലിന്റെ സ്മെല്ല് അത്യാവശ്യം ഉണ്ടാവും. പിന്നെ രാവിലെ ഫുഡൊക്കെ കഴിക്കാണ്ട് പോകുന്ന സമയത്ത് ക്ഷീണം കൊണ്ട് പിന്നെയും ഇടയ്ക്കൊക്കെ ആൾക്കാർ തലകറങ്ങി വീണിട്ടുണ്ട്. പിന്നെ അത് പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ, പിന്നെ ഫോർമാലിന്റെ സ്മെല്ലും ഇങ്ങനെ നിന്ന് ഡിസെക്ഷൻ ചെയ്യുമ്പോഴൊരു ക്ഷീണമൊക്കെ കൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഡിസെക്ഷൻ ചെയ്യാൻ 2 കുട്ടികൾ വേണമെന്ന് പറഞ്ഞപ്പം ആവേശം മുട്ടിട്ട് നിൽക്കാന്ന് പറഞ്ഞു. അന്നാണെങ്കിൽ ആദ്യമായിട്ട് കാണുകയാണ്, ആദ്യമായിട്ട് ഡിസെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. അപ്പൊ നമ്മളടുത്ത് വന്നിട്ട് അവര് വിചാരിക്കും നമുക്കെല്ലാം അറിയാന്നാ. ഓക്കെ, യു മേക്ക് ദിസ് ഇൻസിഷൻ ആൻഡ് കട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും അറിയില്ലല്ലോ. ഡിസെക്ഷൻ കിറ്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ലാസ്റ്റ് പിന്നെ ഒരു മാം വന്ന് പറഞ്ഞൊക്കെ തന്നു, ഈ നമ്മള് സ്കിൻ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തെടുക്കും, എന്നിട്ട് അതിന്റെ അടിയിൽ കുറെ ഫേഷ്യ, സൂപ്പർഫിഷ്യൽ ഫേഷ്യ, ഡീപ് ഫേഷ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ എടുത്ത് ഈ ഫോർമാലിനും ഫാറ്റ് ഒക്കെ ആയിട്ട് ഭയങ്കര, അതൊക്കെ നിങ്ങൾ പഠിച്ചോളൂ. ഓക്കെ, ഞാൻ അതിലേക്കൊന്ന് കിടക്കുന്നത്. ഭയങ്കര എന്തോ ഒരു സ്മെല്ലായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ. അപ്പൊ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാ ചെയ്തത്. പക്ഷെ 3 മണിക്കൂർ ഡിസെക്ഷൻ കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1 to 2 ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈമാ. അപ്പൊ ഞാൻ എത്ര ഗ്ലൗസ് ഒക്കെ കഴിച്ച് എത്ര ഞാൻ കൈ കഴുകിയിട്ടും എനിക്കെന്ത് മണം തോന്നുക, ഈ എന്റെ കൈക്ക് മണം തോന്നുക. പക്ഷെ ഞാൻ വേറെ കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും മണക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു കുഴപ്പമില്ല. എനിക്ക് മനസ്സിലാ തോന്നുന്നു. അതങ്ങ് എനിക്ക് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ഇത് ആ മസിലായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങള്. പിന്നെ അത് നോർമലായി. പിന്നെ പിന്നെ ഞങ്ങൾക്ക് അത് ഫസ്റ്റ് ഇയർ ഡിസെക്ഷൻ ഉള്ളൂ. ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ പിന്നെ ക്ലിനിക്കൽ പോസ്റ്റിങ്സ്, പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് സർജറി ഒക്കെ കാണണം. നമ്മൾ ജീവനുള്ള ആൾക്കാരിൽ ഇങ്ങനെ ഇൻസിഷൻ ഇടുന്നതും ഓരോ വലിയ സർജറീസ് ഒക്കെ ചെയ്യുന്നതൊക്കെ കാണും. പിന്നെ ലൈഫ് അതുമായിട്ടങ്ങ് ഇപ്പൊ ഞാന് പെട്ടെന്ന് ഒരു ദിവസം ഇപ്പൊ നിന്നെ പിടിച്ച് സർജറി ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുപോയിട്ട് നീ ഞെട്ടിപ്പോത് കാണുമ്പോൾ. പക്ഷെ നമ്മള് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആദ്യം കടാവേഴ്സിൽ നമ്മള് ഡിസെക്ഷൻ ചെയ്ത് പഠിച്ച്, പിന്നെ നമ്മൾ മൊത്തം അനാറ്റമി കംപ്ലീറ്റ് ബോഡിയുടെ സ്ട്രക്ചർ ഒക്കെ പഠിച്ച് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ആണ് നമ്മൾ ക്ലിനിക്സിലൊക്കെ പോസ്റ്റിംഗ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എക്സ്പോഷർ കിട്ടുന്നതിനനുസരിച്ച് ആ ഒരു പേടി കാര്യങ്ങളൊക്കെ മാറിക്കും. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നിയ ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.